വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. KCS ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363 364 2025 ഈ ഒരു എക്സാമിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 100 ഡേ സ്റ്റഡി പ്ലാൻ, മൊഡ്യൂൾ വൈസ് അനാലിസിസ്, ദെൻ ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അത് മാത്രമല്ല നമ്മൾ ഓൺലൈൻ ആയിട്ടുള്ള കോച്ചിങ്ങും ആരംഭിച്ചിട്ടുണ്ട്. സോ ഇതിന്റെ ഭാഗമായിട്ട് സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ വരുന്നൊരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എന്നായിരിക്കും ഈ ഒരു എക്സാം വരാൻ സാധ്യത? അപ്പോൾ പല വീഡിയോസിലും പല ആൾക്കാരും പല ഡേറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ കൺഫ്യൂസ്ഡ് ആണ്. സോ ഈ ഒരു എക്സാം ഇതിനേക്കാൾ മുമ്പ് നടന്നിട്ടുള്ളതിന്റെ ബേസിൽ നമുക്ക് എത്രത്തോളം ടൈം എടുക്കും യൂഷ്വലി എന്നുള്ളത് മനസ്സിലാക്കാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഇതൊക്കെ അവൈലബിൾ ആണ്. സോ നമ്മൾ ഓൾറെഡി ജൂനിയർ അക്കൗണ്ടിന്റെ കോച്ചിങ് ആരംഭിച്ചിട്ടുണ്ട്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് ഈ ഒരു പോസ്റ്റ് ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിനേക്കാൾ മുമ്പ് ഈ ഒരു എക്സാം നടന്നത് 2022 സോ 2022 നടന്ന ഈ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ആക്ച്വലി വന്നത് 2021 ഡിസംബറിലാണ്. കറക്റ്റ് ഡേറ്റ് പറയുകയാണെങ്കിൽ 15/12/2021 ഇതിന്റെ നോട്ടിഫിക്കേഷൻ കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനേക്കാൾ മുമ്പ് ഇതിന് ലാസ്റ്റ് ഡേറ്റ് അത് അപ്ലൈ ചെയ്യേണ്ടത് 19/1/2022 ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ 19/1/2022 ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ആയിരുന്നു. അതിനുശേഷം അതിൻ്റെ സിലബസ് പബ്ലിഷ് ചെയ്തത് ഏകദേശം ജൂൺ മാസത്തിലായിരുന്നു, ജൂൺ 25, 2022. അപ്പോൾ ജനുവരി കഴിഞ്ഞ് അല്ലേ, ജൂൺ മാസത്തിലാണ്, ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ സിലബസ് വരുന്നത്. 25 ജൂൺ 2022. ദെൻ എക്സാം നടന്നത് സെപ്റ്റംബർ 25, 2022. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, സിലബസ് വന്നൊരു 3 മാസം കഴിഞ്ഞിട്ടായിരിക്കും എക്സാം നടക്കുക. അപ്പോൾ ഏകദേശം ഒരു 9 മാസം 10 മാസം അവിടെ ടൈം എടുത്തിട്ടുണ്ട്. ഡിസംബറിൽ ആണ് നോട്ടിഫിക്കേഷൻ വന്നത്. ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്ന് സെപ്റ്റംബറിലാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ ഒരു 9 to 10 months ഒരു ടൈം അവിടെ ഏകദേശം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് കുട്ടികളുടെ അടുത്ത് പറയാറുണ്ട്, PSC നോട്ടിഫിക്കേഷൻ വന്ന് ഏകദേശം ഒരു 1 year ഉള്ളിലാണ് എല്ലാ കാര്യങ്ങളും നടക്കാറ്. യൂഷ്വലി ഞാൻ പറയുന്നത് യൂഷ്വലി ഉള്ള കാര്യമാണ്. ദെൻ സെപ്റ്റംബർ 25, 2022 എക്സാം കഴിഞ്ഞ് അതിൻ്റെ ലിസ്റ്റ്, ഷോർട്ട് ലിസ്റ്റ് ഇട്ടത് ജൂലൈ 17 ജൂലൈ 17, 2023 അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു കാലയളവ്, ടൈം ഫ്രെയിം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഇപ്പോൾ കഴിഞ്ഞത് ഒക്ടോബർ 15 ഇതിൻ്റെ ആപ്ലിക്കേഷൻ. അപ്പോൾ അതനുസരിച്ചുള്ളൊരു ടൈം ഫ്രെയിം നിങ്ങൾ മിനിമം ഏകദേശം ഞാൻ പറഞ്ഞ പോലെ ഒരു 9 മാസം എന്തായാലും പിടിക്കും. ഒരു 6 മാസം കഴിഞ്ഞാൽ നമുക്ക് സിലബസ് ആയിട്ട് അവരിടുള്ളൂ. ഓൾറെഡി ഈ ഒരു സിലബസ് തന്നെയാണ് ഇപ്പോൾ ഇതൊക്കെ ലാസ്റ്റ് കുറച്ച് ഇതിൻ്റെ എക്സാംസ് ആയിട്ട് BCom ബേസിൻ്റെ കണ്ടുവരുന്നത്. എന്നാലും അവർ ഒഫീഷ്യലായിട്ട് വീണ്ടും അത് പബ്ലിഷ് ചെയ്യും ഒരു 6 മാസം കഴിഞ്ഞിട്ട്. ദെൻ പിന്നെ ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ എക്സാം മിനിമം ഉണ്ടാവാനുള്ളൊരു സാധ്യത. അപ്പോൾ ഈ ഒരു ടൈം ഫ്രെയിം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നെറ്റിൻ്റെ കോച്ചിങ്ങിനടക്കം ഒരു 6 മാസത്തെ കോച്ചിങ് നടത്തിയിട്ടാണ് കുട്ടികൾക്ക് എക്സാമിന് നമ്മൾ വിടാറ്. അപ്പോൾ ഈ ഒരു ടൈം എന്തെങ്കിലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സിലബസ് നമ്മൾ മനസ്സിലാക്കി സാവധാനം ടൈം എടുത്തിട്ട് തന്നെ പഠിച്ചാൽ മതി. ആരും വെപ്രാളപ്പെടേണ്ട ആവശ്യമില്ല. സാവധാനത്തിൽ കൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ പഠിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ കൺസെപ്ച്വലൈസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് മെയിൻ ലിസ്റ്റിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. വെറുതെ കുറേ കാര്യങ്ങൾ കാണാപ്പടം പഠിച്ചു പോയിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത്. കറക്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതെയുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. സോ വരും ദിവസങ്ങളിൽ നമ്മൾ ഇനി ലൈവ് സെഷൻസ്, സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഇൻട്രാക്ഷൻസ്, ഇപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുടെ കോമൺ സംശയങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വീക്കെൻഡിൽ അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ
ലൈവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാൻ സാധിക്കും. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.